ലൈംഗിക പീഡന പരാതിയിൽ കേസെടുത്ത് 10 ദിവസമായിട്ടും രാഹുലിനെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഏതു വിധേനയും അറസ്റ്റ് ചെയ്യണമെന്ന് ADGP നിർദ്ദേശം നൽകിയെങ്കിലും രാഹുലിനെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞില്ല എന്നാണ് വിവരം. അതേസമയം ഈ വിഷയത്തിൽ രാഷ്ട്രീയ വിവാദവും തുടരുകയാണ്. രാഹുലിന് ഒളിവിൽ കഴിയാൻ സൌകര്യവും സംരക്ഷണവും ഒരുക്കുന്നത് കോൺഗ്രസ് ആണ് എന്ന വാദമുയർത്തുകയാണ് മുഖ്യമന്ത്രിയും CPM-ഉം. എന്നാൽ കോൺഗ്രസിനെ പഴിചാരി മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് നേതാക്കളും തിരിച്ചടിക്കുന്നു. ഒളിവിൽ പോകുന്നതിന് ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരാണല്ലോ. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് കർണാടകയിലാണ് പോയതെന്നല്ലേ? അപ്പോൾ എന്താണ് കർണാടകയിൽ പോകാൻ കാരണം? കർണാടകയിൽ പോകണമെങ്കിൽ അതിനുവേണ്ടി ഒത്താശകൾ ചെയ്തു കൊടുത്തതാരാണ്? കർണാടക പോലൊരു സംസ്ഥാന സർക്കാരിൻ്റെ സർവ്വസന്നാഹങ്ങളും ഒരു വ്യക്തിക്ക് സുരക്ഷയായിട്ട് കവചമായിട്ടുണ്ടെങ്കിൽ ഒരു പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല, സ്വാഭാവികം. അപ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പോകാൻ ഒരു വ്യക്തിക്ക് അധികാരമുണ്ടല്ലോ. ആ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി നിയോഗിച്ചത്. മുഖ്യമന്ത്രിക്കറിയാം, ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കറിയാം, രാഹുൽ മാങ്കൂട്ടം എവിടെ ഉണ്ട് എന്ന് കൃത്യമായി അറിയാവുന്ന ആളുകളാണ്. എന്നിട്ട് അതിൻ്റെ പേരിൽ ഞങ്ങളെ ക്രൂശിക്കുവാൻ വേണ്ടി തയ്യാറാകുന്ന മുഖ്യമന്ത്രി അതിനുള്ള മറുപടി കൂടി പറയണം. വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ ഐസക്കും സിജോ വി ജോണും തത്സമയം ചേരുന്നുണ്ട്. ആദ്യം സുനിലിലേക്കാണ്. സുനിൽ, ഈ കേസെടുത്തിട്ട് 10 ദിവസമാവുകയാണ്. MLA ഇപ്പോഴും ഒളിവിൽ തന്നെ കഴിയുന്നു. ഇന്നാണ് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള കോടതിയുടെ തീരുമാനം വരുന്നത്. പക്ഷേ ഇത്രയും ദിവസം എന്തുകൊണ്ട് അറസ്റ്റിലേക്ക് എത്താൻ അല്ലെങ്കിൽ രാഹുലിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉയർന്നു വരുന്നത്. അമൃത, രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതോടുകൂടി കോൺഗ്രസ് പ്രതിരോധത്തിന്റെ നിരയിൽ നിന്നും മാറി പ്രത്യാക്രമണത്തിന്റെ നിരയിലേക്ക് ഇറങ്ങി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി കോൺഗ്രസ് നേതാക്കളുടെ കൃത്യമായ പ്രതികരണം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി സർക്കാർ ചെയ്യട്ടെ, നടപടി പോലീസ് എടുക്കട്ടെ, ഞങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല, മറ്റൊരു ആരോപണം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. സമാനമായ നിരവധി വിഷയങ്ങളിൽ പെട്ടിട്ടുള്ള പരാതി ഉന്നയിക്കപ്പെട്ടിട്ടുള്ള നിരവധി ആളുകൾ LDF-ന്റെ ഭാഗമായിട്ടുണ്ട്, CPM-ന്റെ ഭാഗമായിട്ടുണ്ട്. KB ഗണേഷ് കുമാറിനെയും ഒപ്പം മുകേഷിനെയും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിലുള്ള പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം M പത്മകുമാറിനെയും ഒക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ ഒരു പ്രത്യാക്രമണം CPM-നെതിരെ നടത്തി തുടങ്ങിയിട്ടുണ്ട് 2 ദിവസമായി. അതായത് അത്തരത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസ് കാണിച്ചതുപോലെ ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റി, ഒരു രാഷ്ട്രീയ ധാർമ്മികത CPM-ന് കാണിക്കാൻ കഴിയുന്നില്ല എന്നതാണ് കോൺഗ്രസ് നേതാക്കളും UDF-ന്റെ മറ്റ് ഘടകകക്ഷികളും ഒക്കെ കുറെ ദിവസങ്ങളായി, കുറെ മണിക്കൂറുകളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. അതിനുള്ള മറുപടി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ CPM-ഉം ഒരു പ്രതിരോധ കവചം തീർക്കുകയാണ്. അത് മുഖ്യമന്ത്രിയാവട്ടെ, CPM-ന്റെ മറ്റ് നേതാക്കളാവട്ടെ, ഇന്നിപ്പോ പ്രതികരിച്ച മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ള ആളുകളാവട്ടെ, എല്ലാവരും ഒരൊറ്റ കാര്യമാണ് പറയുന്നത്. അവർ പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒളിവിൽ പോകാനും ഒളിപ്പിക്കാനും സഹായിച്ചത് കോൺഗ്രസ് നേതാക്കളാണ്. അത് കേരളത്തിലെ മാത്രമല്ല, കേരളത്തിന് വെളിയിലുള്ള കർണാടകത്തിലെ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് അതിൽ പങ്കുണ്ട്. അവരാണ് ഇപ്പോഴും രാഹുലിനെ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്നത്, പൊതിഞ്ഞു വെക്കുന്നത് എന്ന ആരോപണമാണ് CPM ഉന്നയിക്കുന്നത്. അതിന് മറുപടിയായി മാത്രമല്ല, ഇന്നലെ നോക്കൂ, മുഖ്യമന്ത്രി ഇന്നലെ ഇന്നൊക്കെയായിട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് ഈ പരാതി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയ പരാതി മാത്രമല്ല, അതിനു മുമ്പുണ്ടായിരുന്ന പല പരാതികളും കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാമായിരുന്നു, നേതൃത്വത്തിന് അറിയാമായിരുന്നു. നേരത്തെയും പല പരാതികളും കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒളിപ്പിച്ചു വെക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്തത് എന്നുകൂടി CPM ആരോപിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസുകളിലൊന്നും കയറി പോലീസിനെ കൊണ്ട് പരിശോധിപ്പിക്കുന്ന ഒരു രീതി ഞങ്ങൾക്കില്ല, അതുകൊണ്ടാണ് രാഹുൽ ഇപ്പോഴും ഒളിവിൽ കഴിയുന്നത് എന്നാണ്. പക്ഷേ അതിന് കോൺഗ്രസ് മറുപടി കൊടുക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ നേതാക്കൾ അതിന് മറുപടിയായി ചോദിക്കുന്നത്, ഈ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പറയാൻ കഴിയുന്നു? 10 ദിവസമായിട്ട് രാഹുലിനെ പിടിക്കാൻ പോലീസിന് എന്തുകൊണ്ട് കഴിയുന്നില്ല? മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ പോലീസ് ഉദ്യോഗസ്ഥൻ H വെങ്കടേഷ്, അദ്ദേഹമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. എവിടെ പോയി, എങ്ങോട്ട് പോയെന്ന് ഒരു ധാരണയും ഇപ്പോഴും പോലീസിനില്ല. പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. പോലീസിന് കഴിയുമെങ്കിൽ പോലീസ് പിടിക്കൂ, അല്ലാതെ കോൺഗ്രസ് നേതാക്കളെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഇത്
പിടിക്കാൻ കഴിയാത്തതിൽ, രാഹുലിനെ പിടിക്കാൻ കഴിയാത്തതിന്റെ ജാള്യത മറച്ചു വെക്കുന്നതിനായി ഇങ്ങനെ ഓരോ ആരോപണങ്ങൾ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് CPM-ന് മറുപടിയില്ല, സർക്കാരിന് ആഭ്യന്തര വകുപ്പിന് മറുപടിയില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കാൻ ഇനി കേവലം ഒരു 24 മണിക്കൂർ, ഏറ്റവും കൂടിയ 24-25 മണിക്കൂർ കൂടി ബാക്കിയുള്ളൂ. നാളെ വൈകിട്ട് 6 മണിയോടുകൂടി ഇവിടെ 7 ജില്ലകളിൽ പരസ്യപ്രചരണം അവസാനിക്കുകയാണ്. നാളെ വൈകിട്ട് തിരുവനന്തപുരം അടക്കമുള്ള 7 ജില്ലകളിൽ കൊട്ടിക്കലാശമാണ്. അതായത് പ്രചാരണം, ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് പ്രധാന പ്രചാരണ വിഷയമായി ഉയരുന്നത്. തുടക്കത്തിൽ ഉണ്ടായിരുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയും പിന്നീട് സർക്കാർ വിരുദ്ധ വികാരങ്ങളും സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായി ഉയർന്ന ആരോപണങ്ങളും അതൊക്കെ മാറി പകരം രാഹുലിലേക്ക് വരുന്നു. രാഹുലിനെ കോൺഗ്രസിനെ അടിക്കാനുള്ള വടിയായിട്ടാണ് CPM ഉപയോഗിച്ചിരുന്നെങ്കിൽ അതേ വടി ഉപയോഗിച്ച് CPM-നെ അടിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതിനെ പ്രതിരോധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇപ്പോ CPM-ഉം എത്തിയിരിക്കുന്നു. എന്തായാലും രാഹുൽ തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചാരണ വിഷയം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ രാഹുൽ വിഷയം ഏതെങ്കിലും തരത്തിൽ ക്ഷീണമാകാതെ നോക്കുകയാണ് ഇപ്പോ ഇരു മുന്നണികളും. LDF ആദ്യം സമയത്തിന് പേടിച്ചിരുന്നത് UDF ആയിരുന്നെങ്കിൽ ഇപ്പോ LDF-ഉം അത് അവർക്ക് ക്ഷീണമുണ്ടാകാത്ത തരത്തിലേക്ക് പ്രതിരോധം ഘടിപ്പിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ കാണുന്നുണ്ട്. എന്തായാലും രാഹുലിന്റെ അറസ്റ്റ് ഇന്ന് കോടതി തടഞ്ഞിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ പരാതിയിൽ അറസ്റ്റ് തടഞ്ഞിട്ടില്ല. വേണമെങ്കിൽ ആ കേസിൽ അറസ്റ്റ് ചെയ്യാം. ഇനിയും സമയമുണ്ട്. മറ്റന്നാൾ മാത്രമാണ് കേസ് പരിഗണിക്കുക. കോടതി മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുക. അതിനിടയിൽ പോലീസിന് ഇന്നോ നാളെയോ ആയി രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ, കസ്റ്റഡിയിലെടുക്കാൻ കഴിയുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഈ വിവാദത്തോടു കൂടിയായിരിക്കും പരസ്യപ്രചരണം നാളെ പൂർണ്ണമായും അവസാനിക്കുക. അമൃത.